ഫ്രണ്ട്സ് തോൽസത്താണ്. ഇന്നലെ കാണിക്കാൻ പോകുന്ന ഒരു പഴയമുള്ള വണ്ടിയാണ്, CNG വണ്ടിയാണ്. CNG വണ്ടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചുതരാം. അതിന്റെ മുന്നേ തന്നെ അറിയാത്തവർക്കാണ്ടല്ല, അറിയുന്ന ആളുകളാണ് കൂടുതലും. ഞാൻ പറയാതെ അറിയുന്ന ആളുകൾ പഠിപ്പിക്കുന്നല്ല. ഒരു പഴയ വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് കാണിച്ചുതരാം. നമ്മൾ നിരന്തരം അഭ്യർത്ഥിക്കാൻ ഉള്ളതിനെ ഓടിക്കാതെ പഠിപ്പിക്കാനുള്ളത്. അത് ഞാൻ പിന്നെ വ്യക്തമായിട്ടൊരു വീഡിയോ ഒഴിവില്ല, അതുകൊണ്ടാണ് പഠിപ്പിക്കാനുള്ള ഒരു പറഞ്ഞു തരാനുള്ള കറക്റ്റ് വണ്ടി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാണിച്ചു തരാമെന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അടുത്തത്, ഈ ഒരു വണ്ടി നമ്മുടെ അടുത്തേക്ക് വന്നിരുന്ന വിഷയം ടോർക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ച് അറിയുന്നതാണ്. ടാങ്ക് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്, പിന്നെ വർക്ക് 40 ചോടേക്ക് വണ്ടി ഓടും. നമ്മുടെ താഴേക്ക് വണ്ടി ഓടുന്നില്ല. ചില വർക്ക് കഴിഞ്ഞാൽ 2000 കിലോമീറ്റർ കഴിഞ്ഞാൽ വണ്ടി ഓടുമെന്ന് പറയും. പക്ഷെ 2000-2500 ഓടിയിട്ടും വണ്ടി ഓടുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിലുള്ള 1-2 ചെറിയ കാര്യങ്ങൾ അതിൽ പറഞ്ഞുതരാം വീഡിയോയിൽ. എന്താണ് കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ടാങ്ക് വെയിറ്റുള്ള സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലൊന്നും പറയാൻ പറ്റില്ല. ഒരു വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഷയം തീരാവുന്നുള്ളൂ. അതിൻ്റെ ബെയറിംഗ് സെലക്ഷനിലൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന വർക്കേഴ്സ് മെക്കാനിക്സിനൊക്കെ അത് അറിയാം. അതുപോലെ പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, അറിയാവുന്ന കാര്യമാണ്. ചെയ്യുന്ന അതിൻ്റെ പ്രൊഫഷണലായിട്ട് കറക്റ്റ് മെത്തേഡിൽ ചെയ്യുന്ന ടാങ്ക് വെയിറ്റ് കൂട്ടുന്ന അത് കാര്യങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുക. വെറുതെ കേൾക്കുക. വെയിറ്റ് കൂട്ടിയാൽ പറയുന്നത് ഫ്ലോ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടെ ഉണ്ട്. അത് ചെയ്യുന്ന ആളുകൾ, വൃത്തിയായി ചെയ്യുന്ന ആളുകളുണ്ട്. അവർ ചെയ്തതാണെങ്കിൽ ആ കാര്യത്തിൽ ആ ഒരു പ്രശ്നവും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ വരുന്ന ആ ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ള ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മുടെ അടുത്ത് വന്നിരുന്ന പ്രശ്നവും ഇത് തന്നെയായിരുന്നു. പിന്നെ ലോൻ്റെ ടോർക്ക് ഇല്ല എന്നുള്ളത്. അത് ഞാൻ ഓടിച്ചിട്ട് കാണിച്ചു തരാം. 40 താഴോട്ട് വണ്ടി പോവില്ല എന്നുള്ളതായിരുന്നു പ്രശ്നം. അപ്പോൾ ഒരുപാട് ആളുകൾ ആ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് ചെറിയ 1-2 കാര്യം എന്തൊക്കെ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ പ്രൊഫഷണലായിട്ട് മെക്കാനിക്കിൻ്റെ അടുത്ത് മാത്രം പോയി കാര്യങ്ങൾ ചെയ്യാതെ. എന്തായാലും അത് കുറച്ച് ടൈം എടുക്കുന്ന കേസാണ്. പെട്ടെന്നൊക്കെ പോയി ആയിട്ട് ആ സാധനങ്ങളായിട്ട് മാറ്റിയാൽ ശരിയാക്കാന്നുള്ളതല്ല. ഓടിച്ചിട്ട് നമ്മൾ ഓരോ കാര്യം സെറ്റ് ചെയ്യുന്ന എടുത്താൽ തന്നെ കറക്റ്റായിട്ട് ടോർക്ക് കിട്ടുള്ളൂ. ഇതിനെ അതിനനുബന്ധിച്ച് വേറൊരു വിഷയം കൂടെ ഉണ്ട്. നമ്മൾ പഴയ വണ്ടിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത 1-2 കാര്യങ്ങളുണ്ട്. ഇതിപ്പോൾ ചെയ്തേക്കുന്ന ക്ലാസിക്കിൻ്റെ ബാക്കിലെ വലിയ വീലിട്ടു എന്നുള്ളതാണ്. വീതി കൂടിയ ടയർ കിട്ടുന്നതാണ്. പക്ഷേ വീതി കൂടിയ ടയർ ക്ലാസിക്കിൻ്റെ അല്ല, വീതി കൂടിയ ടയർ ഒരിക്കലും പഴയ വണ്ടിക്ക് ഇടരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ടോർക്ക് ചെറിയ രീതിയിൽ ബാധിക്കും. ആ കറക്റ്റ് 325 അല്ല മാക്സിമം 350, അതിൻ്റെ കൂടുതലായിട്ടുള്ള ടയറുകളൊന്നും നിങ്ങൾ സാധാരണഗതിയിൽ പഴയ CNG വണ്ടിയിൽ ഉപയോഗിക്കരുത്. അത് പിന്നെ ആ ഒരു ടോർക്കിന് നിങ്ങൾക്ക് അറിയാമല്ലോ, വീതി കൂടുമ്പോൾ എന്താണ് വീട്ടിൽ വണ്ടിയിൽ സംഭവിക്കുന്നത് എന്നുള്ളത്. ടയറിന് എന്താ സംഭവിക്കുന്നത്, റോഡ് കൂടും. അതുകൊണ്ട് തന്നെ ഒരു ടോർക്ക് കുറയാനും സാധ്യത വളരെ കൂടുതലാണ്. ടോർക്ക് കുറയാൻ സാധ്യത എന്നുള്ള അലൈവീൽസും ഈ ഒരു സംഗതിക്കും അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. ചെറിയ മാറ്റം എന്തായാലും വരും. പിന്നെ ഞാനിത് വണ്ടി ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഓടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇൻഡസ്ട്രിയിലാറ് ലേറ്റ് വർക്കേഴ്സിനെ കുറിച്ചൊക്കെ ഒരുപാട് പറയുന്നത്. ലേറ്റ് വർക്കേഴ്സിന് ഞാൻ പറയുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആരും ഇകേറ്റി പറയാനോ അല്ലെങ്കിൽ ആരെ മോശപ്പെടുത്താനോ ഒന്നുമില്ല. എൻ്റെ എക്സ്പീരിയൻസ് 10-25 വർഷമായിട്ട് വർക്ക് എടുക്കുന്ന ഒരാൾ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ വെറുതെ റോട്ടിൽ നടന്നിട്ട് ലേറ്റ് വർക്കുണ്ട് അവരെ വിമർശിക്കാനോ മറ്റേ കാര്യങ്ങളൊന്നുമല്ല. ഇവന്മാർ പഠിച്ച പണി മാത്രമേ ചെയ്യുള്ളൂ. കൂടുതൽ ചെയ്യുന്ന ആളുകളില്ല എന്നല്ല, നല്ല രീതിയിൽ വർക്ക് എടുക്കുന്ന പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ വല്ലാതെ ഈ ബിസി ആയിട്ട് കണ്ടമാനം വർക്കങ്ങ് പിടിക്കുക. എന്തൊക്കെ വർക്കുണ്ട് ആ വർക്കങ്ങ് പിടിച്ചാട് കൂട്ടിയിടുക. എന്നിട്ട് അടിച്ച് സിലിണ്ടർ മാറുക. അപ്പോൾ ഹെഡ് മാറുക. എനിക്ക് വന്നിട്ടുണ്ട്, സിലിണ്ടർ കിച്ചൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സിലിണ്ടർ മാറുക, ഹെഡ് മാറുക. ആരാണ് വരുന്നത് എതിർ കാരണം എടുത്ത് കൈ കൊടുക്കാനുള്ള സ്വഭാവം ഒരുപാട് വർഷം മെക്കാനിക്സ് തന്നെ ഇൻഡസ്ട്രിയൽ ലേറ്റ് വർക്കേഴ്സിനുണ്ട്. പിന്നെ ഹൈഡ്രോളിക് പ്രസ് ചെയ്യുന്ന സാധനം ഹാമർ ചുറ്റി വെച്ച് അടിച്ചിട്ട് പ്രസ് ചെയ്യുന്ന ആളുകളുണ്ട്. പിന്നെ ക്ലിയറൻസ് അറിയാത്ത ആളുകളുണ്ട്, എത്രത്തോളം ക്ലിയറൻസ് കിട്ടുന്നുള്ള ആളുകളുണ്ട്. പിന്നെ രണ്ടാമത് പറയേണ്ട വിഷയം, അരോമ എന്ന ബ്രാൻഡിൻ്റെ പിന്നെ ബെയറിംഗ് ആണ് യൂസ് ചെയ്യുന്നതിൽ കൂടുതലായിട്ട് ഇവർ ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ട് ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റിൽ ഒരു 2 വീലറിൻ്റെ കാര്യത്തിൽ ആഫ്റ്റർ മാർക്കറ്റ് പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ സെയിലുള്ള, അതായത് ഒരു നമ്പർ 1 ബ്രാൻഡ് എന്ന് പറയാം അരോമനെ. അതായത് ആഫ്റ്റർ മാർക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് പാർട്സിൽ നമ്പർ 1 ആണ് അരോമ. പക്ഷെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും കിട്ടാത്തൊരു പാർട്സ്, നമുക്ക് പാർട്സ് കിട്ടുന്നില്ല, അവൈലബിൾ അല്ലാത്ത സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പാർട്സ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, കിട്ടുന്നില്ല എങ്കിൽ ആ സമയത്ത് മാത്രം ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണത്. പക്ഷെ ഇത് അങ്ങനെയല്ല. നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ആ പ്രൊഡക്റ്റ് അവരിടാതെ ഇതാണ് നല്ലത്, ഇതാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതിന് മെയിൻ റീസൺ ഒന്നുകൂടെ പറഞ്ഞുതരാം. വർക്ക് പെട്ടെന്ന് വരണം, വർക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കുറേ ആളുകൾ പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു അറിവാണ്. എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നതാണ്. കൂടുതൽ ക്വാളിറ്റിയുള്ള പാർട്സ് ഉപയോഗിക്കാതൊക്കെയുള്ള കാരണം വീണ്ടും വർക്ക് വരാൻ വേണ്ടിയിട്ടാണ്. വർക്ക് നഷ്ടപ്പെടാൻ 6 മാസം കഴിഞ്ഞാൽ 2 മാസം 5 മണി വീണ്ടും വരണം, അങ്ങനെ വർക്ക് കൂട്ടുക. എൻ്റെ ഒരു കാഴ്ചപ്പാട് അതല്ല. എല്ലാ വണ്ടി വൃത്തിയിൽ ചെയ്യുക, ആ വണ്ടി പിന്നെ വരണ്ട എന്നുള്ളതാണ്.
ആ വണ്ടി എൻ്റെ അടുത്തേക്ക് വരണ്ട, അതങ്ങനെ ഓടിക്കട്ടെ, എന്നിട്ട് ആ വണ്ടീൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റി എനിക്ക് കണ്ടിട്ട് വേറെ ആൾ വരട്ടെ എന്നുള്ളത് എൻ്റെ ഒരു ഇത് കേട്ടോ. അപ്പോൾ നമ്മൾ പരമാവധി അതിനാണ് ശ്രമിക്കാറുള്ളത്. പിന്നെ അതേമാതിരി റോയൽ എൻഫീൽഡിൻ്റെ പിന്നും ബെയറിങ്ങിൻ്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞാൽ, റോയൽ എൻഫീൽഡ് ഓയി പിന്നും ബെയറിങ്ങും എന്നുള്ള ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റേണ്ട വളരെ റയറായിട്ട് ആവശ്യമുള്ള സെറ്റായിട്ട് കിട്ടാനുണ്ട്. ഇപ്പോൾ പിന്നും ബെയറിങ്ങിൻ്റെ ഇപ്പോൾ നിയറസ്റ്റ് ആയിട്ട് എനിക്കുള്ള അനുഭവം പറയുകയാണ്, തൊട്ടടുത്ത് എവിടെ പോയി കഴിഞ്ഞാൽ പിന്നും ബെയറിങ് കിട്ടാനില്ല. കാരണം എന്താ വെച്ചാൽ ഇൻഡസ്ട്രിയിലാർ ലേറ്റ് വർക്കേഴ്സ് ഓൾഡ് പ്രൊമോട്ട് ചെയ്ത് ഇട്ടിട്ട് പിന്നെ വർക്ക്ഷോപ്പുകാരും അവിടെ കൊടുക്കുന്നു, സെറ്റ് ചെയ്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നു, സെറ്റ് ചെയ്ത് വണ്ടി കസ്റ്റമർ കൊടുക്കുന്നു, കസ്റ്റമർ ഓടുന്നു, കസ്റ്റമർ കുറേ വീണ്ടും വർക്ക് വരുന്നു. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ. അപ്പോൾ നമ്മൾ പിന്നും ബെയറിങ് സെയിലാവാത്തത് കൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ പിന്നെ സ്റ്റോക്കിസ്റ്റ് സ്റ്റോക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം വാങ്ങാൻ ആളില്ല, എല്ലാവരും അരോമനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, റോയൽ എൻഫീൽഡ് എന്ന വണ്ടി എപ്പോഴും ലോങ് റൈഡിന് അല്ലെങ്കിൽ ഒരു ട്രിപ്പിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അതിൽ എഞ്ചിൻ പണി എടുക്കുമ്പോൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടി ഇങ്ങനത്തെ പണികൾ എടുക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ഒരു അടുത്ത വീഡിയോയിൽ ഒറിജിനൽ പിന്നും ബെയറിംഗ് ഇട്ട് എങ്ങനെ ക്രാങ്ക് സെറ്റ് ചെയ്യണമെന്നുള്ളത് അതിൻ്റെ ക്ലിയറൻസ് എത്താന്നുള്ളത് കാണിച്ചു തരാം. അറിയാത്തവർക്കുള്ളതായിട്ടാണ് നിങ്ങൾ കഴിയുന്ന പരമാവധി മെക്കാനിക്സ് ആണ് വീഡിയോ കാണുന്നത്, പരമാവധി നിങ്ങൾ പിന്നും ബെയറിംഗ് വാങ്ങിച്ച് ഇൻഡസ്ട്രിയിൽ കൊടുത്ത് അത് കറക്റ്റ് സെറ്റ് ചെയ്യാൻ പറയുക. കാരണം നമ്മൾ വിശ്വസിച്ചാണ് ഈ കസ്റ്റമർ വണ്ടി ചെയ്യുന്നത്. ലേറ്റ് വർക്കേഴ്സിന് യാതൊരു ബന്ധവും ഇതിലുണ്ടാവില്ല. നമുക്ക് എത്ര തെറി കേട്ടോ നമ്മളെ കേൾക്കുള്ളൂ. ലേറ്റ് വർക്കേഴ്സിന് ആരും കുറ്റം പറയില്ല. നമ്മളെ വർക്കിൻ്റെ കംപ്ലൈൻറ്റോണോ ഈ പണി കംപ്ലൈൻറ്റ് വന്നതെന്ന് മാത്രമേ പറയുള്ളൂ. അവർക്കൊന്നും ബാധിക്കില്ല. അവർ മാക്സിമം എന്താ പറയുക, എഞ്ചിൻ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടേ നമുക്ക് രണ്ടാമത് നമുക്ക് അത് തീർത്ത് തരാമെന്ന് പറയും. നമുക്ക് രണ്ടാമത് തീർത്ത് തരാൻ കൊണ്ടുവന്നോളൂ എന്നാ പറയാം. ആ കൊണ്ടുവന്നോളൂ പറയുമ്പോൾ നമ്മൾ എഞ്ചിൻ രണ്ടാമത് അയക്കണ്ടേ? രണ്ടാമത് എഞ്ചിൻ അയച്ച് ഈ പണിക്കൂലാര് തരും? ആരെ തരിക? നമ്മൾ നഷ്ടം നമ്മൾ സഹിക്കണം. അപ്പോൾ ഒറിജിനൽ ഇല്ലാതെ നിങ്ങൾ സെറ്റ് ചെയ്യാതിരിക്കുക. സാധനം കിട്ടാണ്ട് അവൈലബിൾ ഉണ്ട്, ഡിസ്കണ്ടിന്യൂഡ് എന്നല്ല റോയൽ എൻഫീൽഡ് നിർത്തിപ്പോയിട്ടില്ല. അത് കിട്ടാത്തതുകൊണ്ട് ആളുകൾ വാങ്ങിക്കാത്തതുകൊണ്ട് ചില സ്റ്റോക്കിസ്റ്റ് സ്റ്റോക്ക് ചെയ്യുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പിന്നും ബെയറിങ് ഓയി ഇട്ട് സെറ്റ് ചെയ്യുക കേട്ടോ. അതിൽ കവിച്ച് വെക്കാനൊന്നും അരോമക്ക് ഒരു കാലത്തും കഴിഞ്ഞിട്ടുമില്ല. അത് മനസ്സിലാക്കുക. അരോമാന്ന് ഉദ്ദേശിച്ച ബ്രാൻഡിനാണ്. അത് ലേറ്റ് വർക്കേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഓയി വാങ്ങിക്കൊടുക്കുക, സെറ്റ് ചെയ്യുക, വാങ്ങുക. ഓക്കെ, അതിലൊരു 500 രൂപ കുറഞ്ഞിടത്ത് പോയിക്കോട്ടെ. 500 രൂപ ലാഭമുണ്ട് ലേറ്റ് വർക്കിന് കിട്ടുകയാണെങ്കിൽ. നഷ്ടമാണെങ്കിലും അഥവാ അതിൽ കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിലും കൂടി അതും ഒഴിവാക്കുക ആ ലാഭം. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇത് സ്റ്റാർട്ടിങ് എല്ലാം കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം ശ്രദ്ധിക്കാനുള്ളത്, അപ്പോൾ ഞാൻ അറിയാത്തവർക്കായിട്ട് മാത്രമാണ് പറയുന്നത് കേട്ടോ. നമ്മൾ കീ ഓൺ ചെയ്യുന്നു, പില്ലർ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ആംബിയർമീറ്റർ പ്രസ് ചെയ്ത് പിടിക്കുന്നു കേട്ടോ. ഈ ആംബിയർമീറ്റർ പ്രസ് ചെയ്ത് പിടിക്കുന്നു, സ്റ്റിക്കർ പതുക്കെ താഴ്ത്തുന്നു. നോക്കുക, ഞാൻ ആംബിയർമീറ്റർ പ്രസ് ചെയ്ത് പിന്നെ ഒന്നുകൂടി പ്രസ് ടച്ച് ചെയ്യുമ്പോൾ സെൻറ്ററിൽ വരുന്നു, ആംബിയർമീറ്റർ ഒഴിവാക്കുന്നു, സ്റ്റാർട്ട് ആവുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ജസ്റ്റ് ടച്ചിങ് മതി. പഴയ വണ്ടികൾ ഒരിക്കലും നമ്മൾ അത്ര പ്രഷർ കൊടുത്ത് അടിക്കേണ്ട കാര്യമില്ല. നല്ല വണ്ടിയാണ്, കാല് ജസ്റ്റ് താത്തി കൊടുത്ത വണ്ടി സ്റ്റാർട്ട് ആവും കേട്ടോ. കൈ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കണക്ക്. ബാക്കി ഓടിച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, നോക്കുക, ഇത് ശബ്ദങ്ങൾ എത്രത്തോളം കേൾക്കുന്നെന്ന് അറിയില്ല. കാരണം ബൈക്ക് ഓടിച്ചു നിൽക്കുന്നതായിട്ട് ഇതിപ്പം ടോപ്പ് സ്പീഡിലാണ് വണ്ടിയുള്ളത്, 30 സ്പീഡിലാണുള്ളത്. മാത്രമല്ല സോളോ റൈഡല്ല, റൈഡേഴ്സ് ഉണ്ട്. 30-35 സ്പീഡിൽ ഈസി ആയിട്ട് പോകുന്നുണ്ട്. 40 സ്പീഡിലല്ല പോകുന്നത്. കിലോമീറ്റർ ടോപ്പ് ഗിയർ നോക്കുക എവിടെയാണ് ഉള്ളതെന്നുള്ളത്. നോക്കുക, ആ ഗിയർ മുകളിലേക്ക് എടുക്കുന്നുള്ളൂ. അപ്പൊ ഇതിലുണ്ടായിരുന്ന വിഷയം എന്ന് പറഞ്ഞാല് മെയിൻ വിഷയം ഉണ്ടായിരുന്നു. അപ്പോ ആ ഒരു ക്ലച്ച് ഞാൻ റീസെറ്റ് ചെയ്തെന്നുള്ളതാണ് ആദ്യം ഇതിന് പറഞ്ഞത്. ക്ലച്ച് റീസെറ്റ് എങ്ങനെ എന്നുള്ളത് അത് അറിയുന്നവർക്ക് അറിയാം. അതിപ്പോ നിങ്ങൾ സാധാരണ ആളുകൾക്ക് ടോർജറ്റ് ഫ്ലെക്സിബിലിറ്റി ഉണ്ട് ഓടുന്ന വണ്ടികൾ, നിങ്ങൾക്ക് ഒരു പഴയ വണ്ടിക്ക് കിട്ടുന്ന ടോർക്ക് ആ വണ്ടിയിൽ കിട്ടില്ല കേട്ടോ. യാതൊരു സംശയമില്ല, ടോർക്ക് വണ്ടിക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടില്ല. നിങ്ങൾ ഹൈവേ സ്പീഡിലാണ്, ഹൈവേയിലാണ് വണ്ടി ഓടിക്കുന്നതെങ്കിൽ, ഹൈവേ ആണ് കൂടുതൽ യൂസ് ചെയ്തെങ്കിൽ 60 മുകളിൽ സ്ഥിരമായിട്ട് വണ്ടി ഓടിക്കണം എന്നുള്ള ആളുകൾക്ക് മാറും. യാതൊരു താറാവില്ല. ആളുകൾ
പിന്നെ ബോഡി സ്ട്രെച്ച് തന്നെയാണ് വേണ്ടത്. പക്ഷെ പഴയ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾ, പഴയ വണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായും പഴയ വണ്ടി ഉപയോഗിക്കുന്നത് ശേഷം വണ്ടികൾക്ക് വരെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഫ്ലെക്സിബിലിറ്റി മാറ്റി കൊടുക്കാനുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ആ ഫ്ലെക്സിബിലിറ്റി മാറ്റിനോട് കൂടിയാണ് ടെൻഷൻ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഫ്ലെക്സിന്റെ ടെൻഷൻ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് വെക്കാനുള്ള അത് ചെയ്യേണ്ടതാണ്. രണ്ടാമത് നമ്മൾ ടോർക്ക് കിട്ടാൻ വേണ്ടി ഞാനിപ്പോൾ വണ്ടി വഹിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കംപ്ലൈൻസ് ആണ്. പിന്നെ ചെയിൻ പോക്കറ്റ് മാറ്റേണ്ട ആവശ്യമുണ്ടായി. ചെയിൻ പോക്കറ്റ് പട്ട കഴിഞ്ഞിരുന്നു. പിന്നെ ചെയിൻ ലൂസായിട്ടൊന്നും ടോർക്കില്ലാൻ വേണ്ടി കാര്യമില്ലല്ലോ. അപ്പോൾ ചെയിൻ പോക്കറ്റ് കഴിഞ്ഞ് ചെയിൻ പോക്കറ്റ് അയച്ച സമയത്ത് സ്പ്രോക്കറ്റ് ബെയറിങ്ങും ഗിയർ ബോക്സിന് 2 ബെയറിങ്ങും, സ്പ്രോക്കറ്റ് ബെയറിങ്ങും ഷാഫ്റ്റ് ബെയറിങ് എല്ലാം തന്നെ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. 2 ബെയറിങ് ആടിയിട്ടാണ് വണ്ടി ഓടുന്നത്. അപ്പൊ ഇതൊക്കെ ആയ സമയത്ത് വണ്ടി ഓടിക്കാനുള്ള സുഖമില്ല, വണ്ടി ടോർക്ക് കിട്ടുന്നില്ല. എല്ലാം കൂടെ, അതായത് ഫ്രണ്ട് പോക്കറ്റ് കഴിഞ്ഞിട്ട് പോക്കറ്റിന്റെ ബെയറിങ്ങിന് ആടി കളിക്കാൻ ഹോഡിസ്റ്റാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. പഴയ വണ്ടിയുടെ ഫുള്ള്, അതായത് എഫക്റ്റ് ഒന്ന് പോയി അത് വണ്ടി ഓടുന്ന ഓടുന്ന മാതിരി കൂടുന്നല്ലാതെ ഒരാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു വണ്ടി ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ആളുകൾ ടോർക്ക് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്രാങ്ക് വെയിറ്റ് കൂടിയ വണ്ടിക്കാണ് ടോർക്ക് കിട്ടുള്ളൂ. അല്ലാതെ വണ്ടി 40 താഴോട്ട് വരില്ല, 45 താഴോട്ട് വരില്ല. ക്ലാസിക്കിന്റെ മാതിരി തന്നെ ഒരു 50 ടോക്കിൽ മാത്രം 45-50 ചിലപ്പോൾ 40 വരെ വരാം, 40 വരെ വരാം. അതിന് താഴോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്, പോവില്ല എന്ന് പറയാം. റാങ്ക് ചെറിയ റാങ്കിലുള്ള വണ്ടി ജീപ്പ് വണ്ടികൾ എന്നുള്ളത് വേറെ റേഞ്ചാണ്. ജീപ്പ് വണ്ടികൾ നല്ല ജീപ്പ് വണ്ടികൾ കാഴ്ചവെക്കുന്ന വണ്ടികൾ നല്ല വിദഗ്ധരായ മെക്കാനിക്കിന്റെ അപ്പോ ഏതായാലും ഞാൻ ഒരു റാങ്ക് വണ്ടി എന്തുകൊണ്ട് ലോ സ്പീഡിൽ ലോ എൻഡ് ടോർക്ക് ഇല്ലാതെ ഓടുമ്പോൾ കിട്ടുന്നില്ല എന്നുള്ളത് പറഞ്ഞാൽ അതേമാതിരി പിന്നെ വീലിന്റെ ബെയറിംഗ് ടൈറ്റ് ഉണ്ടോ, വീലിന്റെ ബ്രേക്ക് ജാം ഉണ്ടോ, ഫ്രണ്ട് ബ്രേക്ക് ജാം ഉണ്ടോ, ഈ കാര്യം നോക്കുക. ചെയിൻ പോക്കറ്റ് കറക്റ്റ് ആയിരിക്കണം, പോക്കറ്റ് ബെയറിംഗ് മാറ്റി കൊടുക്കുക. ഈ ഒരു കാര്യങ്ങൾ ചെയ്ത് വണ്ടി കറക്റ്റായി ടോർക്ക് കിട്ടും. അതിന്റെ കൂടെ തന്നെ കാർബറേറ്ററിന്റെ ട്യൂണിങ്ങും പ്ലാറ്റിനമോന്റെ ഗ്യാപ്പും, ആ കറക്റ്റ് ഗ്യാപ്പിൽ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, പോയിന്റിന്റെ ഗ്യാപ്പ്, ആ ഗ്യാപ്പ് കറക്റ്റ് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്ത് ടൈമിങ് കറക്റ്റ് ആയിട്ട് വണ്ടി ടോർക്ക് യാതൊരു സംശയമില്ല. അപ്പൊ ഞാനിത് ഒന്നും സ്ലോ ഡൗൺ ചെയ്ത് കാണിച്ചു തരാം. എത്രത്തോളം വണ്ടി സ്ലോ ആയിട്ട് ആ വണ്ടി എടുത്തു പോകുന്നതാണ് കാണിക്കുന്നത്. അതായത് ടോപ്പിൽ എത്രത്തോളം ലോ ആയി പോയി വണ്ടി ഓഫാതെ വണ്ടി അവിടെ നിന്ന് എടുത്തു പോകണേ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഗിയറൊന്നും ഡൗൺ ചെയ്യുന്നില്ല, ഞാനത് സ്ലോ ഡൗൺ ചെയ്യാണ് വണ്ടി. 30 നോക്കട്ടോ. ഇപ്പൊ 20 ഇതുണ്ടല്ലേ, 20-25 അതിന്റെ താഴോട്ട് പിന്നെ റിസ്ക് എടുക്കുന്നില്ല. ഇപ്പൊ ഇത് 20 ലെവലിലാണ്. ഞാൻ ക്ലച്ച് ഒന്നും പിടിച്ചിട്ടില്ല. വണ്ടി ഇവിടെ തന്നെ നമ്മൾ സ്ലോ ഗ്രാജുവൽ എടുക്കാൻ പോവാണ്. വണ്ടി പൊട്ടിപ്പോകുന്നത് തീർന്ന് നോക്കുക. ടോക്കിലാണ് വണ്ടി ഉള്ളത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് പഴയ വണ്ടിയുടെ ഈ ഒരു പ്രത്യേകത. വേറൊരു ബ്രാൻഡിന് അവകാശപ്പെടാൻ തോന്നുന്നില്ല. ഈ ഒരു ടോർക്ക് ബ്രാൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഏതൊരു വണ്ടി കോമ്പറ്റീറ്റീവായിട്ട് റോയൽ എൻഫീൽഡ് ഇല്ല എന്ന് തന്നെ പറയാം. എന്റെ എക്സ്പീരിയൻസ് അങ്ങനെ ഒരു വണ്ടി ഉണ്ട് എനിക്കൊന്ന് കാണിക്കുന്നുണ്ടെന്ന് എന്നോട് പറയാം. എടുക്കുന്ന ഓടിക്കുന്നു. അപ്പൊ ഇതാണ് റോയൽ എൻഫീൽഡ്. ഈ ഒരു റോയൽ എൻഫീൽഡ് ഈ രീതിയിൽ പണിയെടുത്ത് ഫലിപ്പിക്കുക എന്നുള്ളതാണ് പഴയ വണ്ടിക്ക് ആദ്യം ചെയ്യേണ്ടത്. അതിന് അറിയാവുന്ന ഒരുപാടുണ്ട്. ഇന്ത്യൻ പർച്ചേസ് പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പറഞ്ഞിട്ടില്ല, അവർക്കൊന്നും എക്സ്പീരിയൻസ് ആയിട്ടില്ല. പിന്നെ അവർ ചെയ്ത് പരിചയം ഉണ്ടാവില്ല. പഴയ ആശന്മാർ മാത്രമേ ആശാന്മാരായിട്ടുള്ള ആളുകൾ മാത്രമേ ഈ ഒരു വർക്ക് എടുത്തിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കല്ല. പുതിയ വർക്കേഴ്സിന് അവർ പണി അറിയില്ല എന്നുള്ളതല്ല, അവരെ പഠിപ്പിച്ചു കൊടുക്കാനോ അവരെതിനെക്കുറിച്ച് പഠിക്കാനും ശ്രമിച്ചിട്ടുണ്ടാവില്ല. ചില ഏരിയയിൽ ഇപ്പോൾ CNG വണ്ടികളുടെ ഭാഗത്തും ഉണ്ടാവില്ല. അവരെപ്പോഴും പുതിയ വണ്ടിൻ്റെ മുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് എടുത്തുകൊണ്ടിരിക്കുക. അത് പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ ഏതൊരു റോയൽ എൻഫീൽഡ് പാർട്ടിലെ ടൂട്ടേഴ്സ് ആണെങ്കിൽ കൂടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ് ഒരു പഴയ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് വണ്ടി എടുക്കാൻ വേണ്ടി വേണ്ടത് കേട്ടോ. അല്ലാതെ തിയറിക്കൽ നോളജ് അല്ല. ഒരു വണ്ടി എപ്പോഴും ഒരു പഴയ വണ്ടി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കണ്ടീഷനിലാണ് ഒരു ഭാഗങ്ങളും ഉണ്ടാവില്ല. പല കാര്യങ്ങളും പല രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും.
അത് ടോപ്പ് കണ്ടീഷനിലാക്കി എടുക്കാൻ ഏതൊക്കെ രീതിയിലായിരുന്ന വണ്ടി ഉണ്ടാവുക, ഏതൊക്കെ ഭാഗത്തേക്കാണ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ആ ഒരു പിന്നെ അറിവുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇതേമാതിരി കഴിഞ്ഞ മാസത്തെ ഹെഡ് ആയിട്ട് സമയത്ത് ഹെഡ് ലീക്ക്, വീട്ടിൽ ലീക്ക് വരെ അതൊക്കെ ചെയ്തു വെച്ച് വീഡിയോ എടുക്കാമെന്നാണ്. എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതൊക്കെ ഓരോ വർക്ക് ചെയ്ത് വെച്ച് കണ്ട് കഴിഞ്ഞാൽ പെയിന്റ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ലീക്ക് മാറുന്നില്ല. അതേപോലെ ഹെഡ് കഴിക്കുന്ന ഹെഡിന്റെ പൈസ കഴിക്കുന്ന സമയത്ത് ഓപ്പൺ ചെയ്ത് അവിടെ സീറ്റിൽ പോയി സെറ്റ് ചെയ്ത് അതിന്റെ ഓയിലേക്ക് അടിച്ച് ഓയിലേക്ക് നിൽക്കാത്ത അവസ്ഥ ഒരുപാട് വണ്ടികൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഏതായാലും എനിക്കിപ്പോ ഈ ഒരു വണ്ടിയെ കുറിച്ച് പറയാനുള്ളത് ഞാൻ പറഞ്ഞു, വീണ്ടും ഞാൻ ടോപ്പ് ഗിയർ തന്നെയാണ്. വണ്ടി ഇതുവരെ ഞാൻ ഗിയർ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഈ വണ്ടി ഓടിച്ചിട്ട് ഞാൻ അവിടെ തന്നെ വളച്ച് ഗിയർ മാറ്റാതെ വണ്ടി എടുത്തതാണ്. ഈ വണ്ടിന്റെ ടോർക്കുകൾ കണ്ടും തോന്നുന്നു. നോക്കാം, ഞാനിപ്പോ ടോപ്പ് ഗിയറിൽ അല്ലേ ഗിയർ നോക്കട്ടോ. ഈ ഗിയർ താഴോട്ട് നോക്കാം, ടോപ്പ് ഗിയറിലാണുള്ളത്. വണ്ടി ശബ്ദം അറിയില്ല. അതായത് 35, ഞാൻ 30 പറയില്ല, വെറും പറഞ്ഞാൽ 30 പോകുന്നുണ്ട്. 30 പോകുന്നുണ്ട്. ചെറിയൊരു ടിപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ടാങ്ക് വെയിറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ടാങ്ക് വെയിറ്റ് കമ്പനി അത്യാവശ്യം നല്ല പെട്രോൾ കഴിയാൻ തോന്നുന്നു. അപ്പൊ ഏതായാലും അടുത്തൊരു വീഡിയോ ഇടാൻ കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ.